ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് സൂപ്രാമോളിക്യൂൾസിൻ്റെ ഇൻട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ സെക്കൻഡ് ടൈപ്പ്, ദാറ്റ് ഈസ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ അയണിക്കിൽ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഹൈഡ്രജൻ ആറ്റം ഇൻവോൾവ് ആണ്. ഇനി ഹൈഡ്രജൻ ഇല്ലാത്ത ഡൈപോളാർ മോളിക്യൂള് എങ്ങനെയാണ്? പെർമനൻറ്റ് ഡൈപോൾസും അതുപോലെ തന്നെ ഒരു പെർമനൻറ്റ് ഡൈപോള് ഒരു നിയർ ബൈ മോളിക്യൂളിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു ഡൈപോള്, പിന്നെ 2 ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. ഈ ഫോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. ഇവിടെ ഒരു മോളിക്യൂൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ CH3COCH3. ദിസ് ഈസ് അവർ അസറ്റോൺ മോളിക്യൂൾ അല്ലേ. അപ്പോൾ ഇവിടെ പൊളാരിറ്റി വരുന്നത് കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടിലാണ്. അപ്പോൾ ഈ പൊളാരിറ്റി ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് അവിടെ സാധ്യതയില്ല. ഹൈഡ്രജൻ അല്ലാത്ത ആറ്റംസാണ്. അപ്പോൾ ഇവിടെ ഒരു ചാർജ് സെപ്പറേഷനുണ്ട്. കാർബൺ ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഓക്സിജൻ ഡെൽറ്റ നെഗറ്റീവ് ചാർജും. അപ്പോൾ ഈ ഒരു പോളാർ പാർട്ടിന് അടുത്ത ഒരു അസറ്റോൺ മോളിക്യൂളിൻ്റെ ഇതേപോലെയുള്ള പോളാർ പാർട്ടിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. അപ്പം കാർബൺ ഡെൽറ്റ പോസിറ്റീവ് ഓക്സിജൻ ഡെൽറ്റ നെഗറ്റീവിനെ അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡൈപോൾ ഇൻട്രാക്ഷനാണ്. വാട്ടർ പോലെ ഹൈഡ്രജൻ ഉള്ള മോളിക്യൂൾസിൽ ആ ടൈപ്പ് ഇൻട്രാക്ഷൻ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കും. ഇവിടെ നമുക്കതിനെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ഡൈപോൾ ഇൻട്രാക്ഷനാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഈ ടോട്ടൽ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അത് നിങ്ങൾക്ക് വെക്ടർ അഡീഷൻ വെച്ചത് ഈ ടെട്രാഹെഡ്രൽ കാർബൺ ടെട്രാക്ലോറൈഡിനെയാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ ഓരോ കാർബൺ ഹാലജൻ ബോണ്ട് CCl ബോണ്ട് പോളാറാണ്, എല്ലാം പോളാറാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ന്യൂട്രലൈസ് ചെയ്ത് പോയിട്ട് അതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് ഈ മോളിക്യൂളിൻ്റെ ബോണ്ടിന് പൊളാരിറ്റി ഉള്ളതുകൊണ്ട് ഈ ബോണ്ടിന് മറ്റൊരു മോളിക്യൂളിൻ്റെ ഇതുപോലെ പോളാറിൻ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും ഡൈപോൾ ഇൻട്രാക്ഷനാണ്. അപ്പം മോളിക്യൂൾ മൊത്തത്തിൽ ഡൈപോൾ മൊമെൻ്റ് ഇല്ല എങ്കിൽ പോലും ഇവിടെ ബോണ്ടിൻ്റെ പൊളാരിറ്റി കൊണ്ട് അസോസിയേഷൻ സാധിക്കും. അപ്പോൾ സൂപ്പർ മോളിക്യൂൾസ് ഫോം ചെയ്യാൻ പറ്റും. നിങ്ങളിതിൻ്റെ കേസിൽ അറിയാം, നമുക്ക് കാർബൺ ടെട്രാക്ലോറൈഡ് ഈസ് എ ലിക്വിഡ്. വാട്ടറിനെ പോലെ അവിടെ വാട്ടറിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് അവിടെ അസോസിയേഷൻ വരുന്നത്. വാട്ടർ ലിക്വിഡ് ആയിരിക്കുന്നത്. CCl4 ലിക്വിഡ് ആയിരിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ട് carbon tetrachloride molecules, several molecules are associated. So that is because of that dipole interaction. That is called Keesom forces. Okay. ഇനി നമ്മൾ നോക്കുന്നത് മറ്റ് ചില മോളിക്യൂൾസ് ആണ്. അതായത് ഒരു ഡൈപോൾ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് നോൺ പോളാർ മോളിക്യൂൾ ആയിരിക്കും. ആ ഡൈപോള് എന്ത് ചെയ്യും? തൊട്ടടുത്ത മോളിക്യൂളിനെ പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യും. നോൺ പോളാർ ആയിരിക്കുന്ന മോളിക്യൂളിൻ്റെ ക്ലോസ്നെസ് കൊണ്ട് ഈ ഡൈപോളിൻ്റെ പോസിറ്റീവ് എൻഡിൽ മറ്റേ മോളിക്യൂളിലെ അവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് ഈ പോസിറ്റീവ് എൻഡിലേക്ക് മറ്റൊരു മോളിക്യൂളിൽ ഇലക്ട്രോൺ അട്രാക്റ്റ് ചെയ്ത് വരും. ഇവിടെ ആരോ കാണിച്ചിരിക്കുന്നത്, ഇവിടെ ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഈ ഡയറക്ഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും, നെഗറ്റീവ് ചാർജസ്. അപ്പോൾ ഈ എൻഡിന് ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഈ പോസിറ്റീവ് എൻഡും ഇത് ഒറിജിനൽ ഡൈപോളാണ് അല്ലേ. ഇതെന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഡൈപോളാണ്. അതായത് ഈ മോളിക്യൂളിൽ നിന്ന്, നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷനാണ് വരുന്നത്. അതിനെ നമ്മൾ ഡീബൈ ഫോഴ്സസ് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമതൊരു ടൈപ്പും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതെന്ന് പറയുന്നത് ഓക്സിജൻ, നൈട്രജൻ ഒക്കെ പോലെയുള്ള നോൺ പോളാർ ഡയറ്റോമിക് മോളിക്യൂൾസ്. മാത്രമല്ല ഹീലിയം, നിയോൺ, ആർഗോൺ ഇങ്ങനെയുള്ള നോൺ പോളാർ മോണോ അറ്റോമിക് ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ്. ഇപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇവിടെ ആണെങ്കിൽ ഒരു ആറ്റം വീതമേ ഉള്ളൂ, ഇവിടെ 2 ആറ്റം ഉണ്ടെങ്കിലും ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് നമുക്കറിയാം. ലിക്വിഡ് നൈട്രജൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലിക്വിഡ് നൈട്രജൻ്റെ ഫ്യൂംസ് നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ സ്വർഗത്തിലൊക്കെ നിന്ന് പാട്ട് പാടുന്നതിൻ്റെയൊക്കെ രംഗങ്ങൾ കാണും. ലിക്വിഡ് നൈട്രജനാണ് അവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് ഹീലിയം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ലിക്വിഡ് ഹീലിയത്തിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ലിക്വിഫൈ ചെയ്യാം. എങ്ങനെയെന്നാൽ വെരി ഹൈ പ്രഷറും അതുപോലെ ഹൈ പ്രഷറിൽ കൂൾ ചെയ്തുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ ലിക്വിഫൈ ചെയ്യുന്നത്. എങ്ങനെ ഇത് സാധ്യമാകുന്നു? ഇപ്പം ഹൈ പ്രഷറും കൂളിങ്ങും കൂടെ നടത്തുമ്പോൾ
ഇവരിൽ മോളിക്കുലാർ അസോസിയേഷൻ വരണം. ലിക്വിഡാണെങ്കിൽ മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്യണം. അതെങ്ങനെയെന്നാൽ ഇപ്പം സ്വന്തമായിട്ട് പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾസിൽ ഈ കണ്ടീഷനിൽ വരുമ്പോൾ ഈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുക്കും, ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുക്കുമ്പോൾ ഈ മോളിക്യൂൾ അടുത്തടുത്തിരിക്കുന്ന മോളിക്യൂളിൽ ഒരു ഒരു മൊമെൻറ്റിൽ അതിൻ്റെ നെഗറ്റീവ് ചാർജ് ഒരു എൻഡിലേക്കും, അപ്പോൾ അതിനനുസരിച്ച് മറ്റേ എൻഡ് പോസിറ്റീവ് ആവുകയും ചെയ്യും. അങ്ങനെ സെവറൽ മോളിക്യൂൾസിൽ ഇത് സംഭവിക്കുമ്പോൾ ആ പോസിറ്റീവും നെഗറ്റീവും കൂടെ അടുത്ത് വരികയും അങ്ങനെ മോളിക്കുലാർ അസോസിയേഷൻ നടക്കുകയും നമുക്ക് ലിക്വിഫാക്ഷൻ സാധ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ ആസ് സച്ച് അവിടെ പൊളാരിറ്റി ഇല്ല, ഡൈപോൾ ഇല്ല, പക്ഷേ രണ്ടും ഇൻഡ്യൂസ്ഡ് ഡൈപോൾസാണ്. കണ്ടീഷൻ കൊണ്ട് അതിനകത്ത് ഓരോ മോളിക്യൂളിനും സെൽഫായിട്ട് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇൻഡ്യൂസ്ഡ് ഡൈപോളും കൂടെയാണ് അവിടെ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് വീക്കസ്റ്റ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ വെരി ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മോളിക്കുലാർ അസോസിയേഷൻ മോളിക്കുലാർ അസോസിയേഷൻ വന്നിട്ട് ഈ ലിക്വിഫാക്ഷൻ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ ഫോഴ്സായിട്ട് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സസ്. അതിനെ വെറുതെ ഡിസ്പേഴ്സീവ് ഫോഴ്സസ് എന്നും പറയാം. കാരണം അത് ആസ് സച്ച് ഇവിടെ ഈ രണ്ട് കേസിലും ഡൈപോൾ ഉണ്ട്. ഇവിടെ ഒരു പെർമനൻറ്റ് ഡൈപോൾ ആണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയേ ഇല്ല. അങ്ങനെ വെറുതെ ഒരു ഡിസ്പേഴ്സീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് മാത്രം വരുന്ന അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസോസിയേഷനാണ് ഡിസ്പേഴ്സീവ് ഫോഴ്സസ്. ഓക്കെ. സൂപ്രാ മോളിക്യൂൾസിൽ ഹോസ്റ്റും ഗസ്റ്റും തമ്മിൽ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ രണ്ട് ഇൻട്രാക്റ്റീവ് ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും വാൻഡർവാൾസ് ഫോഴ്സസും. ഇലക്ട്രോസ്റ്റാറ്റിക് തന്നെ അയോണിക് ടൈപ്പും ഹൈഡ്രജൻ ബോണ്ടിങ്ങും വേണം. ഇത് ഒരു പെർഫെക്റ്റ് അയോണിൻ്റെ പ്രസൻസിൽ സാധിക്കുന്നു. ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ ഹൈഡ്രജൻ ഒരു ആറ്റമായിട്ട് വരുന്ന പോളാർ മോളിക്യൂളിൽ, വാട്ടർ മോളിക്യൂൾ പോലെയുള്ള മോളിക്യൂൾസിൽ സംഭവിക്കുന്നതാണ്. ഇനി വാൻഡർവാൾസ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ ആറ്റം വരാത്ത കേസിൽ മറ്റ് ആറ്റംസ് തമ്മിൽ പൊളാരിറ്റി ഉണ്ടെങ്കിൽ CCl ബോണ്ട്, CO ബോണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഡൈപോൾ, അത് മോളിക്യൂള് ആസ് എ ഹോൾ ഡൈപോൾ മൊമെൻറ്റ് 0 ആണെങ്കിൽ പോലും ബോണ്ട് പൊളാരിറ്റി ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ ഒരു ഡൈപോള് മറ്റൊരു ഡൈപോളുമായിട്ട്, ഒരു ഡൈപോള് ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോളുമായിട്ട്, അതല്ലെങ്കിൽ രണ്ട് ഇൻഡ്യൂസ്ഡ് ഡൈപോള്, അല്ലേ? അങ്ങനെ നമുക്ക് കീസം ഫോഴ്സസ്, ഡീബൈ ഫോഴ്സസ്, ലണ്ടൻ ഫോഴ്സസ്, ഈ മൂന്നും സയൻറ്റിസ്റ്റുകളുടെ പേരുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അസോസിയേഷൻ. ഇനി ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിപ്പോകും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത ഇൻട്രാക്ഷൻ, അതും ഇൻട്രസ്റ്റിംഗ് ആണ്, അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇതിനെ കൂടെ തന്നെ ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഒരു കാര്യം കൂടി, ഈ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഇപ്പം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഈ പേരുകൾ കൊടുക്കുക, അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് കൊടുക്കുക. അതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരികയാണെങ്കിലാണ് നിങ്ങളിതിൻ്റെ ഞാൻ ആ ചാർജ് സെപ്പറേഷനൊക്കെ പറഞ്ഞതുപോലെ അത് ഡീറ്റെയിൽഡായിട്ട് എഴുതേണ്ടത്. അപ്പം ഈ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ വരുന്നതിൻ്റെന്ന് വെച്ചാൽ ആ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ്. ഇലക്ട്രോൺ എല്ലാം ഒരു സൈഡിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ.